ഇപ്പോഴത്തെ ഒരു കാലം എങ്ങനെയാണെന്നറിയോ? അവരവർ നല്ല സുഖമായി ജീവിക്കുക, സസുഖം വാഴുക, എന്നിട്ട് ആ സുഖമായ അന്തരീക്ഷത്തിൽ നിന്ന് ആളുകളെ അസ്വസ്ഥതയുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി തമ്മിലടിപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വല്ലവനും തമ്മിൽ കിടന്നടിക്കും, ചാകും, നാറും, പുഴുക്കും. ബാക്കിയുള്ളവരോ നല്ല സന്തോഷമായി സുഖമായി ജീവിക്കുകയും ചെയ്യും. നമ്മൾ സാറിന് പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ എന്താ പറയുന്നത്, നമ്മുടെ ടാപ്പിനകത്തുകൂടി വെള്ളം വരുന്ന ഒരു സംഗതി പോലെ ഈ വരുന്ന വെള്ളവുമായി ടാപ്പിനൊരു ഉത്തരവാദിത്വമില്ല. ഇതിങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ പോകുന്നു, അടയുമ്പോൾ അതങ്ങ് നിൽക്കുന്നു. പോകുന്ന വെള്ളം കിണറ്റിലെയാണ്, ഒഴുകുന്നത് വെള്ളവുമാണ്, എടുക്കുന്നത് വേറൊരാളുമാണ്. ഇപ്പോഴത്തെ സംഗതി അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താ അറിയോ? ഇന്നലെ ഒരു സഹോദരി, സാധാരണ ഇതൊക്കെ ഈ തറ്റുപോയ ആളുകളാണ് പലപ്പോഴും ഈ മക്കൾ കുറഞ്ഞു പോയതിനൊക്കെ പരാതി പറയുന്നത്. കാരണം ഇനിയൊരു ശേഷിയുമില്ല, പ്രവർത്തന ഉപകരണങ്ങളൊക്കെ തകരാറിലാവുകയോ അല്ലെങ്കിൽ അതൊക്കെ നിർജീവമാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് പരിഭവം പറയുന്നവരോട് നമുക്ക് ചിലപ്പോൾ സഹതാപമോ സങ്കടപ്പെടാനോ അല്ലാതെ ഇനി നിങ്ങളൊന്ന് ശ്രമിക്കൂ എന്ന് പറയാൻ വലിയ പ്രയാസമാണ്. എന്നാൽ അതിനൊക്കെ നല്ല കരുത്തും കഴിവുമുള്ള ഒരു സഹോദരി ഒരു പ്രസംഗം നടത്തി. മൗലാനാമാർക്ക് 4 ഭാര്യമാരും 19 മക്കളും, പിന്നെ എന്തിന് ഒരു കുട്ടി കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം? ഓരോ ഹിന്ദുവും 4 കുട്ടികൾക്ക് വീതം ജന്മം നൽകണം. ഇത് നവനീത് കൗർ എന്ന് പറയുന്ന ഒരു മഹതിയായ BJP നേതാവിൻ്റെ വാക്കുകളാണ്. ഇത്തവണ ഇലക്ഷനിൽ പരാജയപ്പെട്ടു പോയ ഒരാൾ കൂടിയാണ് ഈ നവനീത് കൗർ. നവനീത് കൗർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വളരെ ഫലപ്രദമായി ഉണ്ടാക്കിയ ശേഷമായിരിക്കും ബഹുമാനപ്പെട്ടവരിത് പറയുക എന്ന്. അവസാനം അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് കയറി പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരിക്ക് 2 മക്കളേ ഉള്ളൂ. ഈ 2 പേരെ ഉണ്ടാക്കിയിട്ടാണ് 19 പേരുണ്ടാക്കിയത് കണ്ട് വായിലൂടെ വെള്ളമൂറി ഇങ്ങനെ നിരാശപ്പെടുന്നത്. എന്നിട്ട് എല്ലാവരുടെ പറയുകയാണ് ഉണ്ടാക്കണം, എല്ലാവരും 4 വീതം ഉണ്ടാക്കണമെന്ന്. പെങ്ങളാദ്യം ഉണ്ടാക്കണ്ടേ 4? പെങ്ങളൊരു 6 ഉണ്ടാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരോട് 4 ഉണ്ടാക്കാൻ പറയാൻ. അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി. ഇനി അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു ഇനി ഈ സഹോദരിക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കുന്ന ബാക്കിയുള്ള അനുബന്ധ യന്ത്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും തകരാറ് കൊണ്ടോ ആണോ ഇങ്ങനെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഞാൻ പരിശോധിച്ചു. ഈ സഹോദരി ഏതെങ്കിലും 12 പേരുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ നോക്കിയപ്പം അല്ല, ഒരാങ്ങളേ ഉള്ളൂ, സുനിൽ റാണ എന്ന് പറയുന്ന അദ്ദേഹമേ ഉള്ളൂ. ജനിച്ചത് പഞ്ചാബിലാണ്, എന്നിട്ട് ഇവിടേക്ക് വന്നതാണ്. പഞ്ചാബികൾക്ക് സാധാരണ ഇത്തരം ചിന്തകൾ ഉണ്ടാകാത്തതാണ്. പക്ഷേ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സംഘിയാകുന്നതോടുകൂടി വേറൊരു മനസ്സിലേക്കും മനഃശാസ്ത്രത്തിലേക്കും മാറും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചിന്ത വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും സംഗതി പുള്ളിക്കാരിക്കും 2 ഉള്ളായിരുന്നു, അവരച്ഛനും അമ്മയ്ക്കും 2 ഉള്ളായിരുന്നു. എന്നിട്ടാണ് എല്ലാവരും 4 ഉണ്ടാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം പറഞ്ഞ് നമ്മൾ സാധാരണ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെ ഇത് പറഞ്ഞു തീർക്കാനേ പറ്റുള്ളൂ. മൗലാനാമാർ ഇനിയും ഉണ്ടാക്കും. 19 കഴിഞ്ഞ് ചിലപ്പോൾ 6 കൂടെ ചേർത്ത് 25 ഉണ്ടാക്കിയെന്നിരിക്കും. എന്ത് ചെയ്യും?